ഹലോ എവ്രി വൺ വെൽക്കം ടു രാജ് ടോക്സ്. ഇന്നൊരു മൂവി റിവ്യൂ പ്ലസ് ഒരു ട്രെയിലർ റിയാക്ഷൻ ആണ്. സോ മൂവി ഈസ് ഓൺ നെറ്റ്ഫ്ലിക്സ്. ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള തമിഴ് മൂവി മറ്റ് ഭാഷയിലും ലഭ്യമാണ്. എനിക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് തന്നെയുണ്ട്. പക്ഷേ അത്രയും തൃപ്തികരമായില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോ മാധവൻ, സിദ്ധാർത്ഥ്, നയൻതാര, മീര ജാസ്മിൻ, പിന്നെ തമിഴിലെ ഒട്ടധികം നമുക്കറിയാവുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. സോ ബേസിക്കലി 2 ഫാമിലി, മാധവനും നയൻതാരയും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അതുപോലെ സിദ്ധാർത്ഥും മീര ജാസ്മിനും. അവർക്കൊരു കുട്ടിയുണ്ട്. സിദ്ധാർത്ഥ് ഫോം നഷ്ടപ്പെട്ട് വരുന്നൊരു ക്രിക്കറ്റർ. പുള്ളിയെ നമ്പി തന്നെയാണ് പക്ഷേ പുള്ളിയുടെ ടീം. അപ്പോൾ പുള്ളി പെർഫോമൻസ് ചെയ്യുമോ ഇല്ലയോ? ഇതിൻ്റെ ഇടയ്ക്കൊരു മാച്ച് ഫിക്സിങ്ങിൻ്റെ കഥ. ഒരു ഫെയിൽഡ് സയൻറ്റിസ്റ്റ് പ്ലസ് വേറെ ഏതൊക്കെയോ ജോലി ചെയ്യുന്നു എന്ന് ഭാവിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ വരുത്തി തീർക്കുന്ന മാധവൻ്റെ ക്യാരക്ടർ. മാധവൻ്റെ ഫ്രണ്ടായിട്ടൊരാളുണ്ട്. പുള്ളിയുടെ എനിക്ക് പേരറിയില്ല. പുള്ളി ഒരു എക്സലൻ്റ് ആക്ടറാണ്. പക്ഷേ അങ്ങനെ ഒരുപാട് നല്ല പെർഫോമൻസുകൾ ഉണ്ടായിട്ടും ഒരു ഏച്ച് കെട്ടിയ കഥ ആണ് ഇതിനകത്ത് മൊത്തത്തിലുള്ളൊരു പ്രശ്നമായിട്ട് തോന്നിയത്. കാരണം ഒരു ക്യാരക്ടർ ആർക്കില്ല. പക്ഷേ നല്ലതായിട്ട് മെയിൻ ആർട്ടിസ്റ്റുകളെല്ലാം അഭിനയിച്ചിട്ടുമുണ്ട്. പെട്ടെന്നൊരു ഒരാളെ പിടിച്ചങ്ങ് വില്ലനാക്കുക. എന്നിട്ട് അവരുടെ ഒരു ഭയങ്കര വൾനറബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ സൈഡ് കാണിക്കുക. പക്ഷേ അത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അതിലോട്ടുള്ളൊരു ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഓർഗാനിക്കായിട്ട് ഈ സിനിമയിൽ വന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. സോ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2.5 മണിക്കൂറുള്ള പടം ഏതാണ്ട് 2x, 4x, 6x ഒക്കെ അടിച്ച് ഒരു 45 മിനിറ്റ് അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ടാണ് കണ്ടത്. ഇത് സ്കിപ്പ് ചെയ്തത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും നഷ്ടമായെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. സോ പടം ഇച്ചിരി എഴച്ചിൽ പ്ലസ് ഒട്ടും ബിലീവബിൾ അല്ലാത്ത കുറേ കാര്യങ്ങളും പെർഫോമൻസും അങ്ങനെ എല്ലാം കൊണ്ടും സമ്പന്നമാണ്. അപ്പോൾ ഇറ്റ്സ് അപ് ടു യു. തിയേറ്ററിലൊന്നും പോകേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നെറ്റ്ഫ്ലിക്സ് നമുക്ക് വീട്ടിലിരുന്ന് ആരാംസെ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കാണാം. കുറച്ച് നല്ല പെർഫോമൻസുകൾ, പ്രത്യേകിച്ച് നയൻതാര. ഒരുപാട് നാൾക്ക് ശേഷം പുള്ളിക്കാരി സാധാരണ എല്ലാ സിനിമയിലും ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ഒരു സ്റ്റൈലിഷ് ആ സ്റ്റാർഡം ക്യാരി ചെയ്യുന്ന ഒരു വെഹിക്കിൾ പോലെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു സാധാരണ സ്ത്രീയുടെ ഒരുപാട് ഹൈ, ലോ മൊമെൻറ്റ്സ് എല്ലാം പുള്ളിക്കാരി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് മാധവനും മീര ജാസ്മിൻ, സിദ്ധാർത്ഥ് ഇവരെല്ലാം വെച്ച് നോക്കുമ്പോൾ പെർഫോമൻസ് വൈസ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് നയൻതാരയുടെയാണ്. ബട്ട് അത്രയും കണ്ടിരിക്കാൻ അപ്പോൾ പറയുമ്പോൾ കൂടെ നയൻതാരയുടെ ക്ലൈമാക്സിലുള്ള ആ ക്യാരക്ടറിൻ്റെ ഷിഫ്റ്റ് ഒട്ടും ബിലീവബിളായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇറ്റ്സ് അപ് ടു യു. തീർച്ചയായിട്ടും നെറ്റ്ഫ്ലിക്സിലുണ്ട്. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്തുക. ഇനി ട്രെയിലർ റിയാക്ഷൻ. ഗുഡ്, ബാഡ്, അഗ്ലി. തല അജിത് കുമാർ, ഇപ്പോൾ തലേന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. അലേസ് AK. പുള്ളിയുടെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി. കാരണം ലാസ്റ്റ് ഫ്ലോപ്പ് ആയിരുന്നു. അപ്പോൾ ഓബ്വിയസ്ലി അടുത്ത് വരാൻ പോകുന്ന പടം ഇവർക്കെല്ലാം മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ആണ്. നമ്മുടെ നായകന്മാർക്ക് മാത്രമേ ഉള്ളൂ അടുപ്പിച്ച് 5-6 പടം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സംശയത്തോടെ നോക്കുന്നത്. പക്ഷേ ഇവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. പ്രൊഡ്യൂസർ കുത്തവള എടുത്താലും ഇവരുടേതെല്ലാം പിന്നെയും വരാൻ പോകുന്നത് മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ആയിരിക്കും. പക്ഷേ ആ ഗണത്തിൽ വിക്രം പെടില്ല. അത് സത്യമാണ്. സോ ട്രെയിലർ ഒരു രക്ഷയില്ല. നല്ല ബ്രഹ്മാണ്ഡം കിടുക്കാച്ചി ഫ്രെയിംസുകൾ, അജിത്തിൻ്റെ ഒരു 3 ക്യാരക്ടർ, 3 ഗെറ്റപ്പും കിടിലം. എന്താ ഓറയല്ലേ പുള്ളിയുടെ പുള്ളി കോമഡി വരുമ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടെന്ന് മാത്രം എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കിയെല്ലാം പുള്ളിയുടെ കയ്യിൽ അത്യാവശ്യം ഭദ്രമാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഒരു കോമഡി ഡയലോഗ്സ് ഒക്കെ വന്നപ്പോൾ എനിക്ക് അത്ര എറിച്ചില്ല. പക്ഷേ അതിലൊന്നും കൂടെ പ്രസക്തിയില്ല. സീനൊക്കെ അത്ര ഹൈ ആയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. എല്ലാ മൂവികളുടെ റെഫറൻസും ഉണ്ട്. അജിത്തിൻ്റെ ബില്ല, വരലാറ്, ഏതാ ഇല്ലാത്തെ? വാലി എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത്. ഈവൻ തൃഷ വരുമ്പോൾ പോലും എൻ്റെ അച്ഛനെ കാറിൽ നിന്ന് പിടിച്ച് തള്ളിയവനാന്ന് പറയുന്ന മങ്കാത്തയുടെ റെഫറൻസ് വരെ ഇതിനകത്തുണ്ട്. അതിലൊക്കെ ഉപരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ അർജുൻ ദാസ്. പുള്ളിയുടെ വോയിസിൻ്റെ ആ പവറുണ്ടല്ലോ. പുള്ളിക്കൊത്ത വില്ലൻ അർജുൻ ദാസിന് എനിക്ക് തോന്നുന്നു ഇനി ഇതുപോലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം കൈദിയിലൊക്കെ ഒരു സ്മോൾ വില്ലനാണ് പുള്ളി. പക്ഷേ ഇതിനകത്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി നല്ല മെയിനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല ഫൈറ്റ് ആയിരിക്കും. ഇവർ തമ്മിലുള്ള ഒരു ക്ലാഷ് എന്തായാലും സൂപ്പറായിരിക്കും. സോ തീർച്ചയായിട്ടും വെയിറ്റിംഗ് ഫോർ ഗുഡ്, ബാഡ്, അഗ്ലി. പുള്ളിയുടെ ഒരു ഇടിവള ആ സംഭവമൊക്കെ അത് ഡിസൈൻ ചെയ്തിട്ടുള്ള പരിപാടി അങ്ങനെ ആകെ മൊത്തത്തിൽ പൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു.